I'm announcing my retirement from international and domestic cricket. വർഷം നീണ്ട ക്രിക്കറ്റ് കരിയറിന് ഗബ്ബാർ വിരാമം കുറിച്ചിരിക്കുകയാണ്. ഓപ്പണറുടെ റോളിൽ ഇന്ത്യൻ ടീമിലെത്തിയ മീശക്കാരൻ വളരെ പെട്ടെന്നായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. ICC ടൂർണമെന്റുകളിലെ മികച്ച പ്രകടനമാണ് ധവാനെ വ്യത്യസ്തനാക്കിയിരുന്നത്. ICC ടൂർണമെന്റുകളിൽ വളരെ മികച്ച റെക്കോർഡുകളുള്ള അപൂർവം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ധവാൻ. ഇദ്ദേഹത്തെ മിസ്റ്റർ ICC എന്നും വിളിപ്പേരുണ്ട്. ഇന്ത്യയുടെ പ്രധാന മത്സരങ്ങളിലും ICC ട്രോഫികളിലും വലിയ സംഭാവന നൽകിയിട്ടുള്ള ധവാനെ അക്ഷരാർത്ഥത്തിൽ ബിഗ് മാച്ച് പ്ലെയർ എന്ന് വിശേഷിപ്പിക്കാം. ചെറിയ പരമ്പരകളിൽ മാത്രം തിളങ്ങി വലിയ മത്സരങ്ങൾ വരുമ്പോൾ കളി മറക്കുന്ന താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ധവാൻ. ഇന്ത്യക്ക് വേണ്ടി 2013 ചാമ്പ്യൻസ് ട്രോഫി, 2015 ഏകദിന ലോകകപ്പ്, 2018 ഏഷ്യ കപ്പ് എന്നിവയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാണ് ധവാൻ. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ജേതാക്കളാകുമ്പോൾ ടൂർണമെന്റിലുടനീളം മിന്നും പ്രകടനം കാഴ്ചവെച്ച ധവാൻ നിർണായക പങ്കുവഹിച്ചിരുന്നു. 2010 ഇന്ത്യക്കായി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച ധവാൻ 167 മത്സരങ്ങൾ കളിച്ചു. 34 ടെസ്റ്റ് മത്സരങ്ങളിലും 68 2020 മത്സരങ്ങളിലും ദേശീയ ടീമിനായി ഗബ്ബാർ കളത്തിലിറങ്ങി. ഏകദിനത്തിൽ 6793 റൺസാണ് സമ്പാദ്യം. ഉയർന്ന സ്കോർ 143. 17 സെഞ്ചുറിയും 39 അർദ്ധശതകവും 50 ഓവർ ക്രിക്കറ്റിൽ ധവാൻ സ്വന്തം പേരിൽ കുറിച്ചു എന്നതും ചരിത്രമാണ്. 2015 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരം കൂടിയായിരുന്നു ധവാൻ. 34 ടെസ്റ്റുകളിൽ നിന്ന് 2315 റൺസാണ് ധവാൻ നേടിയത്. 7 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും ധവാൻ അക്കൗണ്ടിൽ ചേർത്തു. 68 T20 മത്സരങ്ങളിൽ നിന്ന് 1759 റൺസാണ് ധവാൻ അടിച്ചുകൂട്ടിയത്. 2022 ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരായാണ് ധവാൻ അവസാനമായി ഇന്ത്യക്കായി ഏകദിന മത്സരം കളിച്ചത്. സഹതാരങ്ങളോട് നന്ദി പറഞ്ഞാണ് ധവാന്റെ വിരമിക്കൽ പ്രഖ്യാപനം. കഥ മുഴുവനായി വായിക്കാൻ പേജ് മറിച്ചു നോക്കണമെന്നൊരു വാക്യമുണ്ട്. ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അന്താരാഷ്ട്ര ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഞാൻ എൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ് എന്ന് താരം പറഞ്ഞു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഓർമ്മകൾ മാത്രമാണുള്ളത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരേ ഒരു സ്വപ്നം. അതെനിക്ക് സാധിച്ചു. എൻ്റെ യാത്രയിൽ സംഭാവനകൾ നൽകിയ കുറേ പേരുണ്ട്. അവരോടെല്ലാം നന്ദിയുണ്ട്. ആദ്യം എൻ്റെ കുടുംബമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ പരിശീലകൻ പരേതനായ തരക് സിൻഹ, മദൻ ശർമ്മ, അവരുടെ കീഴിലാണ് ഞാൻ കളിയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്നതെന്നും വിരമിക്കൽ വീഡിയോയിൽ ധവാൻ പറഞ്ഞു. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി എത്തുന്നതോടെ ഇന്ത്യൻ ടീമിൽ ചില കളിക്കാർക്ക് ഇനി സ്ഥാനമുണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിരുന്നു. അതിലെല്ലാം ചിലർ ധവാന്റെ പേരും പരാമർശിച്ചിരുന്നു. പക്ഷേ വിരമിക്കൽ എന്ന തീരുമാനം വളരെ പെട്ടെന്ന് ധവാൻ കൈക്കൊള്ളുമെന്ന ക്രിക്കറ്റ് ലോകം പോലും പ്രതീക്ഷിച്ചു കാണില്ല. അതേസമയം വിരമിക്കലിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ താരത്തിന്റെ ആസ്തി വിവരങ്ങളും ചർച്ചയാകുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റർമാരിൽ ഒരാളായ ശിഖർ ധവാന്റെ ആസ്തി 120 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി IPL ആണ് താരത്തിന്റെ പ്രധാന വരുമാന മാർഗം. കഴിഞ്ഞ വർഷം BCCIയുടെ വാർഷിക കരാറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സാമ്പത്തികപരമായി ധവാന് തിരിച്ചടി നൽകിയിരുന്നു. എന്നാൽ ഈ കാലയളവിലും താരത്തിന്റെ ബ്രാൻഡ് മൂല്യം കുറഞ്ഞില്ല. 10 കോടിയോളം രൂപ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിലൂടെ ധവാന് ലഭിക്കുന്നുണ്ടെന്നാണ് സൂചന. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആ മീശക്കാരൻ ഇനി കളിക്കളത്തിലേക്കില്ല. തന്നാൽ ഇന്ത്യൻ ടീമിന് നൽകാൻ സാധിക്കുന്നതെല്ലാം അദ്ദേഹം നൽകിക്കഴിഞ്ഞു. കരിയറിലെ ആ യാത്ര അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഒരിടം നൽകി കഴിഞ്ഞു.